വാർത്തകൾ തുടരുന്നു. പഴയ ആംബുലൻസ് ഇപ്പോൾ സ്പിരിച്വൽ കെയർ യൂണിറ്റ്. അമേരിക്കയിലെ സഞ്ചരിക്കുന്ന കുമ്പസാരക്കൂട് ഏറ്റെടുത്ത് ആയിരങ്ങൾ. ദിവ്യകാരുണ്യ ഭക്തിക്കേറെ പ്രാധാന്യം നൽകുന്ന കമ്മ്യൂണിറ്റി ഓഫ് ജീസസ് ക്രൂസിഫൈഡ് സന്യാസ സമൂഹാംഗങ്ങളാണ് അനുരഞ്ജന കൂദാശ എല്ലാവരിലേക്കും എത്തിക്കാൻ ശ്രദ്ധേയമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. യുവ പുരോഹിതനായിരിക്കെ ഹോസ്പിറ്റൽ മിനിസ്ട്രിയിൽ ഏർപ്പെട്ടിരിക്കുമ്പോഴാണ് സഞ്ചരിക്കുന്ന കുമ്പസാരക്കൂടെന്ന ആശയം മനസ്സിൽ ഉദിക്കുന്നതെന്ന് CJCയുടെ സുപ്പീരിയറായ ഫാദർ മൈക്കൽ ഷാമ്പെയിൻ വെളിപ്പെടുത്തി. വിശ്വാസികൾ എവിടെയായിരുന്നാലും അവരെ കണ്ടുമുട്ടാനും തങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കുമ്പസാരിപ്പിക്കാനുമായി അമേരിക്കയിലെ ലാസ് വേഗാസിൽ ആരംഭിച്ച സ്പിരിച്വൽ കെയർ യൂണിറ്റ് ആംബുലൻസ് ഏറെ ശ്രദ്ധ നേടുന്നു. ജനങ്ങൾ എവിടെയായിരിക്കുന്നുവോ അവിടെ എത്തി അവർക്ക് സുവിശേഷം പകരുവാനും കുമ്പസാരിപ്പിക്കാനുമായി നടപ്പിലാക്കിയ പദ്ധതിയാണിത്. ഒരു ആംബുലൻസ് ആണ് മൊബൈൽ കുമ്പസാരക്കൂടാക്കി മാറ്റിയിരിക്കുന്നത്. തെരുവുകളിൽ ജനങ്ങൾക്ക് സുവിശേഷം പകരുവാനും കുമ്പസാരിപ്പിക്കാനുമായി ഒരു പഴയ ആംബുലൻസ് സ്പിരിച്വൽ കെയർ യൂണിറ്റാക്കി മാറ്റിയാൽ അത് നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നി. ഫ്രാൻസിസ് മാർപ്പാപ്പ കരുണയുടെ വർഷം പ്രഖ്യാപിച്ചുകൊണ്ട് കുമ്പസാരം എന്ന കൂദാശ കൂടുതൽ ലഭ്യമാക്കണമെന്ന് ആഹ്വാനം ചെയ്തപ്പോൾ താൻ ഓൺലൈൻ പോർട്ടലായ EBയിൽ നിന്ന് പഴയ ആംബുലൻസ് വാങ്ങിക്കുകയും അതൊരു സഞ്ചരിക്കുന്ന കുമ്പസാരക്കൂടായി പരിവർത്തനം ചെയ്യുകയുമായിരുന്നു എന്ന് ഫാദർ ഷാമ്പെയിൻ വ്യക്തമാക്കി. 2015 ഡിസംബറിൽ വാങ്ങിയ ആംബുലൻസ് ഇതുവരെ 500ഓളം സ്ഥലങ്ങളിൽ നിർത്തി ജനങ്ങളെ കുമ്പസാരിപ്പിച്ചിട്ടുണ്ട്. ഫിഷിംഗ് ടൂർണമെന്റ്, ആശുപത്രികൾ, ഷോപ്പിംഗ് മാളുകൾ, കെട്ടിട നിർമ്മാണ സൈറ്റുകൾ, സിനിമാ തിയേറ്ററുകൾ, ഇടവക പരിപാടികൾ, ക്യാമ്പുകൾ എന്നിവിടങ്ങളിലാണ് ഇവർ തങ്ങളുടെ സഞ്ചരിക്കുന്ന കുമ്പസാരക്കൂടുമായി എത്തുന്നത്. ചിലയിടങ്ങളിൽ ഒരു പ്രാവശ്യം മാത്രം പോകുമ്പോൾ മറ്റു ചിലയിടങ്ങളിൽ പതിവായി പോകാറുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തങ്ങളുടെ ഈ ഉദ്യമത്തിന് കത്തോലിക്കരിൽ നിന്നും അക്രൈസ്തവരിൽ നിന്നും ലഭിക്കുന്ന പ്രതികരണം അതിശയിപ്പിക്കുന്നതാണെന്ന് പറഞ്ഞ ഫാദർ ഷാമ്പെയിൻ ആദ്യമൊക്കെ തങ്ങൾ കുമ്പസാരിപ്പിക്കാൻ വരുന്നവരെ എണ്ണാറുണ്ടായിരുന്നുവെന്നും എന്നാൽ എണ്ണം 10,000 കഴിഞ്ഞപ്പോൾ അത് നിർത്തിയെന്നും കൂട്ടിച്ചേർത്തു. യേശുക്രിസ്തു തന്റെ പ്രബോധനങ്ങളും ശുശ്രൂഷകളും കൂടുതലായും നടത്തിയത് പാതകളിലും ഇടവഴികളിലുമാണ്. അതിനാൽ നമ്മളും ഇത് നമ്മുടെ പ്രേക്ഷിത വേലയുടെ ഭാഗമാക്കണം. കൂടുതലായി 2 ആംബുലൻസുകൾ കൂടി കൂട്ടിച്ചേർത്തതിനു പുറമെ നഴ്സിംഗ് ഹോമുകളിൽ ഉപയോഗിക്കുന്നതിനായി പരിവർത്തനം ചെയ്ത യു-ഹോൾ ട്രെയിലറും ഇവരുടെ പക്കലുണ്ട്. തങ്ങളുടെ മാതൃക അനുകരിക്കുവാൻ മറ്റ് ചില രൂപതകളും പദ്ധതിയിടുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 1986 ഫാദർ ജെറോം ഫെറയാണ് വൈദികരെയും കന്യാസ്ത്രീകളെയും ബ്രദർമാരെയും അൽമാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് CJC സമൂഹത്തിന് സ്ഥാപനം കുറിച്ചത്. സഞ്ചരിക്കുന്ന കുമ്പസാരക്കൂടിന് പുറമെ പൊതുസ്ഥലങ്ങളിൽ വർഷം തോറുമുള്ള ബൈബിൾ വായന, 40 മൈൽ ദൈർഘ്യമുള്ള ദിവ്യകാരുണ്യ ബോട്ട് പ്രദക്ഷിണം തുടങ്ങിയ പരിപാടികളും ഇവർ നടത്തുന്ന ശ്രദ്ധേയ ശുശ്രൂഷകളിൽ ചിലത് മാത്രമാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കിന ന്യൂസ്.